ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10th ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസിന്റെ 8ാമത്തെ പാർട്ടുമായിട്ടാണ്. ഇതുവരെയുള്ള പാർട്ടുകൾ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പവർ ഓഫ് ലെൻസ് ഒക്കെ ആയിരുന്നു പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഡിവൈസസിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതിന്റെ എക്സാമ്പിൾ ആണ് സ്പെക്ടക്കിൾസ്, ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്. ഇതിലൊക്കെ നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ലെൻസ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഡിവൈസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ ചിത്രത്തിൽ കാണിച്ചതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, നമുക്ക് കണ്ണുകൊണ്ട് കാണാനാവാത്ത പല ജീവികളോ അല്ലെങ്കിൽ പല സാധനങ്ങളോ ഉണ്ടാവും അല്ലെ. ആ സാധനങ്ങളെയൊക്കെ നമ്മൾ ഈ ഒരു സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലുതായിട്ടും ക്ലിയർ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കുഞ്ഞായിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ വരെ മാഗ്നിഫൈ ചെയ്ത് കാണിച്ചു തരും, അതായത് വലുതാക്കി കാണിച്ചു തരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. The two main parts of a compound microscope are ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. നമ്മളുടെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഭാഗമാണ് ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ ഭാഗമാണ് ഐ പീസ്. ഒബ്ജക്റ്റീവും എന്താണ്, ഐ പീസും ഒബ്ജക്റ്റീവാണ് എന്ത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു സംഭവം ഇല്ലേ, ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുക. ഇതുണ്ടല്ലോ, ഇതാണ് ഐ പീസ്. ഓക്കെ, ഒബ്ജക്റ്റീവും ഐ പീസും രണ്ട് മെയിൻ പാർട്ട് ഓഫ് ദി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ, ഐ പീസ് ലെൻസ് എന്താണെന്ന് നോക്കാം. Objective. An objective is a lens placed close to the object to be observed. Eyepiece is the lens through which the image formed by the objective lens is observed. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് രണ്ട് ലെൻസ് ഉണ്ട് അല്ലേ, രണ്ട് ലെൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, ടു മെയിൻ പാർട്സ് ഉണ്ട് അല്ലേ. ഒന്ന് ഒബ്ജക്റ്റീവ് ആണ്, മറ്റേത് എന്താണ്, ഐ പീസ് ആണ്. ഇത് ആണ് ഒബ്ജക്റ്റീവ് അല്ലേ. ഇവിടെയാണ് നമ്മൾ ഏത് വസ്തുവിനാണോ നമുക്ക് മാഗ്നിഫൈ ചെയ്തിട്ട് കാണേണ്ടത് ആ വസ്തുവിനെ വെക്കുക നമ്മൾ ഇവിടെയാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഏത് ഒബ്ജക്റ്റിനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടത് ആ ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ അടുത്തായിട്ടായിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് എപ്പോഴും പ്ലേസ് ചെയ്യുക അല്ലെ. ഐ പീസിന്റെ ഉപയോഗം എന്താ, ഐ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഭാഗം അല്ലെ, നമ്മൾ കണ്ണ് വെച്ച് നോക്കുന്ന ഭാഗമാണ് എന്ത്, ഐ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മളെ ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യും, മാഗ്നിഫൈ ചെയ്യും അല്ലേ. ആ മാഗ്നിഫൈ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഈ ഐ പീസിലൂടെ കാണുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എത്ര പാർട്ട് ഉണ്ട്, രണ്ട് പാർട്ട് ഉണ്ട്. ഏതാണ്, ഒബ്ജക്റ്റീവും ഐ പീസും. എന്താണ്, ഒബ്ജക്റ്റീവും ഐ പീസും ആണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആൻ ഒബ്ജക്റ്റീവ് ഈസ് എ ലെൻസ് പ്ലേസ്ഡ് ക്ലോസ് ടു ദി ഒബ്ജക്റ്റ് ടു ബി ഒബ്സർവ്ഡ് അല്ലേ. ഒബ്ജക്റ്റിനെ കാണാൻ, അതായത് ഒബ്ജക്റ്റിന് എവിടെയാണോ വെച്ചിട്ടുള്ളത് ഒബ്ജക്റ്റിന്റെ തൊട്ടരികിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുക. അടുത്തതോ ഐ പീസ് എന്താ, ഐ പീസ് ഈസ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ഒബ്സർവ്ഡ് അല്ലെ. എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്ത ഇമേജിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഐ പീസിലുള്ള ലെൻസ് യൂസ് ചെയ്യുന്നത്. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്, ഐ പീസിന്റെ അല്ലെ, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് എന്ത്, കൂടുതൽ അല്ലെ, ആരെക്കാളും ഒബ്ജക്റ്റീവ് ലെൻസിനേക്കാൾ കൂടുതലാണ് ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് കേട്ടോ. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഒബ്ജക്റ്റീവ് ലെൻസിനേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള വലിയൊരു ഒബ്ജക്റ്റിനെ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പൊ വരക്കാൻ പോകുന്നത് ഒരു കോൺവെക്സ് ലെൻസ് അല്ലേ. നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും യൂസ് ചെയ്യുന്നത് ഏതാണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ഒബ്ജക്റ്റീവിലും
ഐ പീസിൻ്റെയും ലെൻസിൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് കോൺവെക്സ് ലെൻസ് എന്താ കൺവേർജ് ചെയ്യിപ്പിക്കും ലൈറ്റിനെ അല്ലേ, കൺവേർജ് ചെയ്യിപ്പിക്കും. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെയും ലെൻസിൽ ഏത് ലെൻസാണ് യൂസ് ചെയ്തത്? കോൺവെക്സ് ആണ്. എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ് രണ്ടിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ആണെന്ന് വിചാരിക്കും. ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ഇനി വരക്കാൻ പോകുന്നത് ഇത് ഐ പീസിൻ്റെയോ ലെൻസ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റീവിൻ്റെ ലെൻസ്, ഇത് ഐ പീസിൻ്റെ ലെൻസ്. ഇനി എന്താ, ഇതിൻ്റെ നടുവിലൂടി എന്തുണ്ടാവും? ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും അല്ലെ. എന്താണ്? ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഒപ്റ്റിക് സെന്ററും ഉണ്ടാവും അല്ലെ, ഒപ്റ്റിക് സെന്ററും ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട് കേട്ടോ. നമ്മൾ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയാം. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാക്കിയ ഇമേജിനെ നോക്കുന്നത് നമ്മൾ ഏതിലൂടെയാ? ഐ പീസിലൂടെ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും എന്താ? കോൺവെക്സ് ലെൻസ് ആണ്. അത് വരച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഫോക്കസ് മാർക്ക് ചെയ്യണം അല്ലെ. ഫോക്കസ് എഫ് എഫ്, പിന്നെന്താ 2F ഉണ്ടാവല്ലോ, 2F. ഒബ്ജക്റ്റീവ് ആയത് കൊണ്ട് ഞാനിത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി FO എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? O എന്ന് കൊടുക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസുകളാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് FO എന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഐ പീസിനും എന്തുണ്ടാവും? ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവുമല്ലോ അല്ലെ. ഫോക്കൽ ലെങ്ത് ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും. അതിനെ ഞാൻ കൊടുക്കുന്ന പേര് FE എന്നാണ്. FE എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, FO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ആണ്. FE എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഐ പീസിന്റെയും ആണ്. ഞാൻ ഇവിടെ എവിടെ FOന്റെയും 2FOന്റെയും ഇടയിൽ കുഞ്ഞൊരു ഉറുമ്പിനെ വെച്ച്, എന്തിനെ വെച്ച്? ഒരു ഉറുമ്പിനെ വെച്ച് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ആലോചിച്ചോ, ഞാൻ എവിടെയാണ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്? FOന്റെയും 2FOന്റെയും ഇടയിൽ ഞാനൊരു കുഞ്ഞ് ഒബ്ജക്റ്റ് വെച്ച്, ഫോർ എക്സാമ്പിൾ ഒരു ഉറുമ്പിനെയാണ് വെച്ചതെന്ന് വിചാരിക്കാം. ഇത് വരക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങളൊരു സ്കെയിലും പെൻസിലും കൊണ്ട് തന്നെ വരക്കണം. ഇല്ലെങ്കിൽ വളഞ്ഞു പോവും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വെറും പെന്നുകൊണ്ടാണ് വരക്കുന്നത്, അപ്പോൾ വളഞ്ഞു പോവും, അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, FOന്റെയോ 2Fന്റെയോ ഇടയിൽ ഞാൻ എന്തിനെ വെച്ച്? ഒരു ഉറുമ്പിനെ വെച്ച്. ഇനി എന്ത് ചെയ്യും? ഉറുമ്പിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ലൈറ്റ് കോൺവെക്സ് ലെൻസ് മേലെ പോയി ഇടിക്കും അല്ലെ. പാരലൽ ആയിട്ടാണല്ലോ പോയിട്ട് ഇടിക്കുക. പാരലൽ ആയിട്ട് പോയി ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതിലൂടെയാ കടന്നു പോവാ? ഫോക്കസിലൂടെ അല്ലെ. ഇവിടത്തിലൂടെ ഇതിലൂടെ കടന്നു പോകും അല്ലെ. ഫോക്കസിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഒപ്റ്റിക് സെന്റർ അല്ലെ. എന്താണ്? ഒപ്റ്റിക് സെന്ററിലൂടെയാണ് അടുത്ത റേ കടന്നു പോവുക അല്ലെ. അടുത്ത റേ ഏതിലൂടെ കടന്നു പോകും? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി ഒരു പോയിന്റിലെത്തി കൂട്ടിമുട്ടും അല്ലെ. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി ഒരു പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടും. അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്യും? ആ ഉറുമ്പിന്റെ ഇമേജ് ഫോം ചെയ്യും അല്ലെ. ഇവിടെ കണ്ട ഉറുമ്പിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്ത്? ഇവിടെ ഫോം ചെയ്ത്. എവിടെയാ ഫോം ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ഐ പീസിന്റെ അല്ലെ. നമ്മളുടെ ഐ പീസിന്റെ ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലായിട്ടാണ് ആര് ഫോം ചെയ്തിട്ടുള്ളത്? ഉറുമ്പ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത? ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് നമ്മളുടെ ഇമേജ് അല്ലെ. അപ്പൊ എന്താണ്? മാഗ്നിഫൈഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ്? മാഗ്നിഫൈഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താ? ഇൻവേർട്ടഡ് ആണ് അല്ലെ. ആദ്യം നമ്മളുടെ ഒബ്ജക്റ്റ് എങ്ങനെയാ? ഇങ്ങനെ കുത്തനെ ആയിരുന്നു അല്ലെ ഉള്ളത്. ഇതെന്താ? ഇത് ഇറക്റ്റ് ആയിട്ടായിരുന്നു നമ്മളുടെ ഒബ്ജക്റ്റ് ഉള്ളത്. പക്ഷെ ഇമേജ് കിട്ടിയത് എങ്ങനെയാ? ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെന്തുമാണ്? റിയൽ ഇമേജും ആണ് അല്ലെ. എന്താണ്? റിയൽ ഇമേജും ആണ്. ഓക്കെ, അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ഇമേജ് കിട്ടി അല്ലെ. ഉറുമ്പിന്റെ ഇമേജ് ഇവിടെ കിട്ടി. ഇനി ഈ ഒരു ഇമേജ് ആണ് നമ്മളുടെ ഈ ഒരു ഐ പീസ് ഉണ്ടല്ലോ, ഈ ഒരു ഐ പീസിന്റെ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. എന്താണ്? ഇവിടുത്തെ വെച്ച ഉറുമ്പിനെ നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്ത്, ഈ ഇമേജ് ആണ് ഇനി ഈ ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാ? ഇവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ പോകും അല്ലേ. ലൈറ്റ് റേ ഇങ്ങനെ പോയി. ഇനി എന്ത് ചെയ്യും?
പാരലൽ ആയിട്ട് പോകുന്നത് ഏതിലൂടെ കടന്നു പോകും? പാരലൽ ആയിട്ട് പോകുന്നത് ഏതിലൂടെ കടന്നു പോകും? നമ്മളുടെ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലെ? ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തത് ഏതിലൂടെ കടന്നു പോകും? നമ്മളുടെ ഒപ്റ്റിക് സെന്ററിലൂടെ, സോറി വളഞ്ഞു പോയതാണ്, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും അല്ലെ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ, ഇത് കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും അല്ലെ? എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കും. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് ഇതും എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. അപ്പം എന്ത് ചെയ്യും? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യും അല്ലേ? കൂട്ടിമുട്ടുന്ന പോയിന്റിൽ എന്ത് ഫോം ചെയ്യും? ഇമേജ് ഫോം ചെയ്യും. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ കണ്ണ് കൊണ്ട് നോക്കുന്നത് അല്ലേ? നമ്മളെ കണ്ണ് കൊണ്ട് നോക്കുന്നത് എവിടുന്നാ? ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്ക്, നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം നോക്കിയിട്ടുള്ളത്? 2 ലെൻസ് ഉണ്ട് അല്ലേ? ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഒരു ഐ പീസ് ലെൻസും ഉണ്ട്. നമ്മൾ ഫോക്കസ് ഒക്കെ മാർക്ക് ചെയ്ത്, O എന്ന് കാണിച്ചത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസുകളാണ്, E എന്ന് കാണിച്ചത് ഐ പീസിന്റെ ഫോക്കസുകളാണ്. ഇനി എന്ത് ചെയ്ത്? F0ന്റെയും 2F0ന്റെയും ഇടയിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച്. ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്ക് ലൈറ്റ് റേ പോവല്ലോ അല്ലെ? പാരലൽ ആയിട്ട് പോകുന്നത് ഫോക്കസിലൂടെ പോവും, ഒപ്റ്റിക് സെന്ററിലൂടെ അതിലൂടെ തന്നെ കടന്നു പോകും. അപ്പൊ ഈ 2 റേ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമുക്കൊരു ഇമേജ് ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ? ഇതിനേക്കാളും തല തിരിഞ്ഞാണുള്ളത് അല്ലെ? ഇറക്റ്റ് ആയിട്ടായിരുന്നു ഒബ്ജക്റ്റ് ഉള്ളത്. ഇമേജ് എങ്ങനെയാണുള്ളത്? ഇൻവേർട്ടഡ് ആയിട്ടാണുള്ളത്. പിന്നെ എന്താണ്? റിയൽ ആണ്. പിന്നെ ഒബ്ജക്റ്റിനേക്കാൾ വലുപ്പം കൂടിയതും ആണ് അല്ലെ? അങ്ങനെ ഇവിടെ നമുക്കൊരു ഇമേജിനെ കിട്ടി. ഇനി ഈ ഇമേജ് നമ്മളുടെ ഐ പീസ് ലെൻസിന്റെ ആരായിട്ട് ആക്ട് ചെയ്യും? ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. എന്താണ്? ഈ ഒരു ഇമേജ് നമ്മളുടെ ഐ പീസ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് പാരലൽ ആയിട്ട് ലൈറ്റ് വന്ന് അടിക്കുമല്ലോ അല്ലെ? ലൈറ്റ് വന്ന് അടിച്ച് പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി അടുത്ത ഏതിലൂടെ കടന്നു പോകും? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നത്. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താണ്? ഇങ്ങോട്ടേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വെച്ച് ഡൈവേർജ് ചെയ്ത് പോകുന്നത് പോലെയാണ് കാണാം. അപ്പൊ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്തുള്ളത്? ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ? ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ? മാഗ്നിഫൈഡ് ആണ് അല്ലെ? നന്നായിട്ട് വലുതായിട്ടാണ് കാണിക്കുന്നത് അല്ലെ? ഈ ഒരു നമ്മളുടെ ആദ്യം വെച്ച ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്രയോ വലുപ്പമാണ്, ഇൻവേർട്ടഡുമാണ് അല്ലെ? ഇൻവേർട്ടഡുമാണ്. പിന്നെന്താണ്? ഇത് റിയൽ ആണോ അല്ലെ വെർച്വൽ ആണോ? വെർച്വൽ ആണ്. കാരണം എന്താ? ഇതാണ് ഈ ഒരു ഐ പീസ് ലെൻസിന്റെ ഒബ്ജക്റ്റ്. ഏതാണ്? ഇതാണ് അല്ലെ? ഈ ഒരു ഒബ്ജക്റ്റ് ഇതാണ്. ഇമേജ് ഫോം ചെയ്തതും എവിടെയാ? സെയിം സൈഡ് തന്നെയാണ് അല്ലെ? അപ്പൊ ഈ ഒരു ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലെ? വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇതിനെ അപേക്ഷിച്ച് ഇത് നോക്കുകയാണെങ്കിൽ എന്താ? ഹൈലി മാഗ്നിഫൈഡ് ആണ് അല്ലെ? എന്താണ്? മാഗ്നിഫൈഡ് ആണ്. അതുപോലെ ഇതിനെ വെച്ച് ഇത് നമ്മളുടെ ഒബ്ജക്റ്റ് ആണ്, ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആണ്, ഇത് ഇമേജ് ആണ് അല്ലെ? അപ്പോൾ രണ്ടിനും നോക്കുകയാണെങ്കിൽ എന്താ? ഇറക്റ്റ് ആയിട്ടാണ് ഉള്ളത് അല്ലെ? എന്തായിട്ടാണ് ഉള്ളത്? ഇറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. കാരണം എന്താ? ശരിക്കും നമ്മളുടെ ഒബ്ജക്റ്റ് ഇങ്ങനെയാണുള്ളത്. ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇമേജും ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ? നമ്മളുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇമേജും കിട്ടിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഈ ഫസ്റ്റിലത്തെ ഒബ്ജക്റ്റിനെ വെച്ച് ഇതിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും എന്താ? ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത് അല്ലെ? ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതും എന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. ഇതിന്റെ ഒബ്ജക്റ്റ് ആണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ആയിട്ടാണുള്ളത് അല്ലെ? സെയിം ആയിട്ട് ഇറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഇമേജ് ഫോർമേഷൻ ഉള്ളത്. ഇവിടെ നോക്ക്, ഒരു ഉറുമ്പ് അല്ലെ? ഈ ഉറുമ്പിനെയാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആ ഉറുമ്പിനെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ നോക്കുമ്പോൾ ആ ഉറുമ്പിന്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഈ ഐ പീസ് ലെൻസിന്റെ ഫോക്കസിന്റെയും
ലെൻസിൻ്റെയും ഇടയിലായിട്ട് ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ചും കൂടി വലുതിലുള്ള ഉറുമ്പിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി എന്ത് ചെയ്യും? ഈ ഉറുമ്പ് ഈ ഒരു ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പ് കുറച്ചും കൂടി വലുതായിട്ട് കാണാനായിട്ട് പറ്റും. ശരിക്കും എന്താ, ഈ കുഞ്ഞിയാണ് അല്ലേ, കുഞ്ഞൂച്ചിയാണ് ഈ ഒരു ഉറുമ്പ്. പക്ഷെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ വന്ന് മാഗ്നിഫൈ ചെയ്ത് അതിലൂടെ പിന്നെയും ഐ പീസിലൂടെ നോക്കിയപ്പോൾ എന്താ, വലുതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ, വലുതായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് ലെൻസിൻ്റെ വർക്കിംഗ് കേട്ടോ. ഒരു കോമ്പൗണ്ട് ലെൻസിൻ്റെ വർക്കിംഗ് ആണ് ഇത് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട് അല്ലേ. രണ്ട് ലെൻസിലും യൂസ് ചെയ്യുന്ന ഏതാണ്? നമ്മൾ ഒബ്ജക്റ്റീവിലും ഐ പീസിലും യൂസ് ചെയ്യുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ, കോൺവെക്സ് ലെൻസ് ആണ്, കോൺവെക്സ്. When objective and eyepiece lens are compared, focal length more or less. ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് എന്താണ്? ഫോക്കൽ ലെങ്ത് ലെസ് ആണ് അല്ലേ, ഫോക്കൽ ലെങ്ത് ലെസ് ആണ്. ഐ പീസിൻ്റെയോ ഫോക്കൽ ലെങ്ത് മോർ ആണ് അല്ലേ, ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് കൂടുതൽ. ഒബ്ജക്റ്റീവിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? കുറവാണ്. ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? കൂടുതലാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ഫോം ചെയ്തതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഇതായിരുന്നു ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് അല്ലേ, ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റും ഇമേജും. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? റിയൽ ആണ് അല്ലേ, ഇതെന്താണ്? റിയൽ ആണ് അല്ലേ. സെയിം സൈഡിലാണോ ഇമേജ് ഫോം ചെയ്തത്? അല്ല. അപ്പം ഇതെന്താണ്? റിയൽ ആണ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ എന്തൊക്കെയാണ്? റിയൽ ആണ്. പിന്നെ എന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലേ, തല തിരിഞ്ഞിട്ടാണുള്ളത് അല്ലേ, തല തിരിഞ്ഞിട്ടാണുള്ളത്, ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്? മാഗ്നിഫൈഡ് ആണ് അല്ലേ, വലിപ്പം കൂടിയിട്ടുണ്ടല്ലോ അല്ലേ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തുമ്പോഴേക്ക് എന്താണ്? മാഗ്നിഫൈഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഐ പീസിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇത് അല്ലേ, ഒബ്ജക്റ്റ് ആണ് ഇത്, ഇമേജ് ആണ് ഇത്. എന്താണ്? സെയിം സൈഡിലാണ് ഒബ്ജക്റ്റും ഇമേജും ഉള്ളത്. അപ്പം എന്തായിരിക്കും? വെർച്വൽ ആയിരിക്കും അല്ലേ, എന്താണ്? വെർച്വൽ ആയിരിക്കും. പിന്നെ എന്താണ്? എൻലാർജ്ഡ് അല്ലേ, ഇതിനേക്കാളും ഇത് വലിപ്പം കൂടിയതാണ്. എന്താണ്? എൻലാർജ്ഡ് ആണ്. പിന്നെന്താ? ഈ ഒരു ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താണ്? ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. ഇത് ഈ ഒരു ഒബ്ജക്റ്റ് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇൻവേർട്ടഡ് ആയിട്ടാണ് ഉള്ളത്. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിലോ ഇൻവേർട്ടഡ് ആയിട്ടാണോ ഉള്ളത്? അല്ല അല്ലേ. എങ്ങനെയാണോ ഇതുള്ളത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇതും കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, where should the object to be observed be kept with reference to the objective? നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എവിടെയാണ് വെച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് വെച്ചിട്ടുള്ളത്? F0ൻ്റെയും 2F0ൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത് അല്ലേ. എവിടെയാണ് വെച്ചിട്ടുള്ളത്? ബിയോണ്ട് 2FO ആണോ? അല്ല. 2FOൻ്റെ ഇപ്പറാണോ? അല്ല. എന്തിൻ്റെ ഇടയിലാണ് വെച്ച്? F0ൻ്റെയും 2FOൻ്റെയും അല്ലേ, ബിറ്റ്വീൻ FO ആൻഡ് 2FO. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്ത ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാ? ബിറ്റ്വീൻ OE ആൻഡ് FE അല്ലേ, ബിറ്റ്വീൻ OE ആൻഡ് FE അല്ലേ, ബിറ്റ്വീൻ OE ആൻഡ് FE അല്ലേ. ലെൻസിൻ്റെയും പിന്നെ എന്തിൻ്റെയും? ഫോക്കസിൻ്റെയും അല്ലേ. ആരത്? ഐ പീസിൻ്റെ അല്ലേ, ഐ പീസിൻ്റെ ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിട്ടാണ് ഫോം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിയോണ്ട് 2FO അല്ലേ, ബിയോണ്ട് 2FOൻ്റെ അപ്പുറത്താണ് ഫോം ചെയ്തത് അല്ലേ. ബിയോണ്ട് 2FO ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലേ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ 2FOന് അപ്പുറമാണ് ഫോം ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ പീസ് ലെൻസിൻ്റെ അല്ലേ, ഐ പീസ് ലെൻസിൻ്റെ സെൻറ്റർ മുതൽ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും എന്തിൻ്റെയും ഇടയിൽ? ഫോക്കസിൻ്റെയും ഇടയിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തതെന്നും വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും.
വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ്? ഈ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ഒരു ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെ. എന്താണ്? മാഗ്നിഫൈഡ് ആണ് അല്ലെ, മാഗ്നിഫൈഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡും ആണ് അല്ലെ. മാഗ്നിഫൈഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡും ആണ്. What would be the characteristics of the image formed by the eyepiece? eyepiece ഫോം ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഇറക്റ്റ് ആണ് അല്ലെ. ഇറക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ? നമ്മളുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ഇമേജ് കിട്ടിയിട്ടുള്ളത് അല്ലെ, അതുകൊണ്ട് അത് ഇറക്റ്റ് ആയി. പിന്നെ എന്താണ്? നന്നായിട്ട് മാഗ്നിഫൈഡ് ആണ് അല്ലെ. എന്താണ്? മാഗ്നിഫൈഡ് ആണ്. പിന്നെ എന്താണ്? വെർച്വലും ആണ് അല്ലെ. മാഗ്നിഫൈഡ് ആണ്, വെർച്വലും ആണ്. ഓക്കെ, അപ്പോൾ ഐ പീസും ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. രണ്ടിലും കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിനെ നോക്കുന്ന ഭാഗം ഒബ്ജക്റ്റീവ് ലെൻസും, പിന്നെ നമ്മൾ നോക്കുന്ന ഭാഗം എന്താണ്? ഐ പീസുമാണ്. പിന്നെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. The object should be placed between FO and 2FO of the objective അല്ലേ. അത് നമ്മൾ കണ്ട് അല്ലേ. ഒബ്ജക്റ്റിന് എവിടെയാണ് വെച്ചത്? FOന്റെയും 2FOന്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. A large real inverted image of the object is formed beyond 2FO of the objective അല്ലേ. എന്താണ്? ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിന്റെ 2FOന്റെ അപ്പുറത്തേക്കായിട്ട് നമുക്കൊരു ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ പീസ് ലെൻസിന്റെ ഇതിന്റെയും ഇടയിലായിട്ടും എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, this act as the object for the eyepiece. Its position is between the optic center and the FE of the eyepiece. A large and virtual image of this can be seen through the eyepiece. അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഇമേജ് ആരെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും? ഐ പീസ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു വെർച്വൽ ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വെർച്വലും നല്ല വലിപ്പമുള്ള ഇമേജുമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ, increasing the focal length of the objective lens will not be beneficial in the compound microscope. What is the reason? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഐ പീസിനേക്കാൾ കുറവായിരിക്കും അല്ലേ. ഏറ്റവും കൂടുതൽ ഫോക്കൽ ലെങ്ത് ആർക്കാ ഉണ്ടാവുക? ഐ പീസിനായിരിക്കും ഉണ്ടാവുക. ഒബ്ജക്റ്റീവ് ലെൻസിന് എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടാനായിട്ട് പാടില്ല. അതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. എന്താണ് കാരണം? ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ലോങ്ങർ, ദ സൈസ് ഓഫ് ഇമേജ് വിൽ ബി സ്മോളർ. ദാറ്റ് means the magnification will be lesser. So the objective lens should have a shorter focal length അല്ലേ. എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? കൂട്ടിക്കൂടാ. കാരണം എന്താ? കാരണം എന്താ? അതിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്തായി പോവും? തീരെ ചെറുതായി പോവും അല്ലേ. അപ്പോൾ തീരെ ചെറുതായി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾക്ക് അത്രയും കുഞ്ഞായിട്ടുള്ള ഒരു ഇമേജ്, അതാണ് നമ്മളുടെ ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാത്തത്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് വലുതാക്കാത്തത്. ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള ഫോക്കൽ ലെങ്ത് ഏതിൻ്റെതാണ്? ഐ പീസിന്റെ ആണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? കുറവ് ആണ്. എ മൈക്രോസ്കോപ്പ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് എ റേഞ്ച് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ് ടു ഒബ്റ്റെയിൻ സ്യൂട്ടബിൾ മാഗ്നിഫിക്കേഷൻ വൈൽ ഒബ്സർവിങ് മൈക്രോ ഒബ്ജക്ട്സ്. അതായത് നമ്മളുടെ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒറ്റൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരിക്കില്ല. നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഇത് ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരിക്കും. ഇതിൻ്റെ ഇപ്പുറം വേറൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറം വേറൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവും. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. രണ്ട് മെയിൻ പാർട്ടാണ് ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും. ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ ഒബ്ജക്റ്റിന് ക്ലോസ് ആയിട്ടാണ് വെക്കുക. ഐ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്ത ഇമേജ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐ പീസ്. പിന്നെ എന്താണ്? അതിൻ്റെ ഇമേജ് ഫോർമേഷനും ഒക്കെ നമ്മൾ
പറഞ്ഞിട്ടുണ്ട് അല്ലേ, റേ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുവരെ ഉള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഇനി ഇത് കൂടാണ്ട് ഞാൻ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.